ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? വീട് വൃത്തിയാക്കുന്ന സ്വഭാവം. അള്ളാഹു ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആ വീട് വൃത്തിയാക്കണ കൊണ്ടാണ് ഞങ്ങളെ വീട് അത്രയും ചന്തള്ളത്. അല്ലെങ്കിൽ ആ വീട് വൃത്തിയാക്കിയില്ല എന്ന് കണ്ടാല് ഞങ്ങളെ വീട് അത്ര നല്ല ഭംഗി ഉണ്ടാവുമോ? ഉണ്ടാവൂല. പക്ഷെ ഈ വീട് വൃത്തിയാക്കണ സമയത്ത് ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു മുസാഫിനെ കണ്ടാൽ മോനെ വിളിക്കും, ചെറിയോനെ വിളിക്കും. വിളിച്ചിട്ട് വെഞ്ഞവാ ആ മുസാബ് ഒന്ന് കൊണ്ടുപോയിട്ട് അപ്പുറം വെക്കുന്ന പറയും. ഓങ്ക് ഉദു വേണോ വേണ്ടി അതൊന്നുമില്ല. കാരണം ഉമ്മാന്റെ ധാരണ എന്ത്? ചെറിയ പുള്ളോ ഉദു ഇല്ലാതെ മുസാബ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകരുത് ഉമ്മമാരെ. നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒട്ടുമിക്ക വീടുകളിലും നടക്കുകയാണത്. ഞാനിപ്പോൾ ഈ അടുത്ത് എൻ്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു മുത്താലിം ചോദിച്ചു എന്നോട് ഈ വിഷയം. അത് ശരിയാണ്, കാരണം ചിലപ്പോൾ അവരുടെ വീട്ടിലുണ്ടാവും അത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ വാതിൽ പറയണം. അപ്പൊ സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, പഠിക്കാൻ കഴിയും. വീട് വൃത്തിയാക്കുന്ന സമയത്ത് അലമാരയിൽ മുസാഫ കണ്ടാൽ ചെറിയ കുട്ടിയെ വിളിക്കും. ചെറിയ കുട്ടിയെ, വീട്ടിലുള്ള കുട്ടിയെ വിളിക്കും. കുറച്ച് വലിപ്പമുള്ള കുട്ടികൾക്ക് പിന്നെ മദ്രസയിൽ പോയിണ്ടാവും, സ്കൂളിൽ പോയിണ്ടാവും. ഈ ചെറിയ കുട്ടീനെ വിളിച്ചിട്ട് പറയും, മോനെ ഇതിനെടുത്തിട്ട് ഈ മുസാഫം കൊടുത്തിട്ട് അപ്പുറം കൊണ്ടു വെക്കുന്ന പറയും. പാടില്ല. ആ കുട്ടിക്ക് ഉദുവില്ലല്ലോ. മാത്രമല്ല, തമ്മീസാകാത്ത, വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളെ മുസാഫുമായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അതേ സമയത്ത് വകതിരിവ് എത്തിയ കുട്ടികളാണോ, തമ്മീസായ കുട്ടികളാണോ, ആ കുട്ടികൾ അവർക്ക് ഉളു ഇല്ലാതെ മുസാഫ് തൊടാം. എപ്പ തൊടാം? അവര് ഖുർആൻ പഠിക്കുന്നതിന് തൊടാം. അതുകൊണ്ട് തന്നെ മദ്രസയിലേക്ക് വരുമ്പോ ഞങ്ങളെ മക്കൾ ആരെങ്കിലും ഉളു എടുത്തിട്ട് മദ്രസയിലേക്ക് പോകാറുണ്ടോ? ഒരിങ്ങനെ ഖുർആൻ പഠിക്കാൻ പോകല്ലേ? ഉളു എടുത്ത് പോകൽ സുന്നത്താണ്, പക്ഷേ വേണമെന്നില്ല. കാരണം അവൻ വകതിരിവ് എത്തിയ കുട്ടിയാണ്. ആ കുട്ടി പഠിക്കാൻ വേണ്ടി ഖുർആൻ തുറക്കുമ്പോൾ ആ പഠിക്കുന്നതിന് അവനക്ക് ഉളു എടുക്കേണ്ട ആവശ്യമില്ല. വകതിരിവ് എത്തിയ കുട്ടി, പ്രായപൂർത്തി എത്തിയ കുട്ടിയൊന്നുമല്ല. ആ പ്രായപൂർത്തി എത്തിയ ആള്, അയാൾക്ക് ഉളുവില്ലാതെ തൊടാൻ പറ്റൂല. അത് പഠിക്കാനാണെങ്കിലും ശരി, അയാൾ ഉളുവോടുകൂടെ തന്നെ തൊടണം. അപ്പൊ ചെറിയ കുട്ടികള്, ആ കുട്ടികളോട് മുസാഫിനെ സൗകര്യം ചെയ്തു കൊടുക്കുക. ഉളുവില്ലാതെ അവരെ കൊണ്ട് ഖുർആൻ എടുപ്പിക്കുക, മുസാഫ് എടുപ്പിക്കുക പാടില്ല. വീട് വൃത്തിയാക്കുന്ന സമയത്ത് അലമാരയിൽ മുസാഫ് കണ്ടാൽ ഉമ്മമാരോട് ഞാൻ പറയാണ്, ആ മുസാഫ് നിങ്ങൾ തന്നെ ഉളുവെടുത്ത് അവിടുന്ന് കൊണ്ടുപോയി അപ്പുറം വെക്കണം. ചെറിയ കുട്ടികളോട് പറയാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നു.